الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ വ്യാഴാഴ്ച ദിവസവും രാത്രി മഗ്‌രിബിന് ശേഷമുള്ള ഈ ദർസ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് അൽ ഖവാഇദുൽ അർബഅ എന്ന ചെറിയൊരു ഗ്രന്ഥം കൊണ്ടാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ രചനയിലുള്ള ഈ ഒരു ചെറിയ കിതാബ് തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഖായിദകൾ പറയുന്ന കിതാബാണ്. ഇൻഷാ അല്ലാഹ് ഈ വ്യാഴാഴ്ച മുതൽ നമ്മൾ ഇത് ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാനും പഠിക്കാനും ആഖിറത്തിൽ നമുക്ക് ഉപകാരമുള്ള അമലായി അതിനെ മാറ്റുവാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ കിതാബ് തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഒന്ന്, വളരെ ചെറിയ ലഘുവായ ഒരു കിതാബാണ്. ഏതൊരു തുടക്കക്കാർക്കും വായിച്ച് മനസ്സിലാക്കാനും ശിർക്കും തൗഹീദുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ലളിതമായ രൂപത്തിൽ മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു ശൈലിയാണ് കിതാബിന്റെ ശൈലി. അതുകൊണ്ട് നമ്മൾ ഇത് തിരഞ്ഞെടുത്തത്. കാരണം നമ്മുടെ ഇൽമ് ആരംഭിക്കുന്നത് ചെറുതിൽ നിന്നും വലുതിലേക്കാണ്. അതുകൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വാക്കുണ്ട്, അർ-റബ്ബാനിയു അല്ലദി യുറബ്ബി അന്നാസ ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി. ആലിമീങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ജനങ്ങളെ ചെറിയ ഇൽമിൽ നിന്നും വലിയ ഇൽമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന, അവളെ വളർത്തിക്കൊണ്ടുവരുന്ന ആൾക്കാരാണ് അൽ ആലിമുർ റബ്ബാനി. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇമാം ബുഖാരിയുടെ ഈ വാക്കിനെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഐ ബിത്തദ്രീജ്, ഇൽമ് തദ്രീജാണ്, ഘട്ടം ഘട്ടമായിട്ടാണ് ഇൽമ് സ്വീകരിക്കുക. പലതുള്ളി പെരുവെള്ളം എന്ന് നാം പറയുന്നത് പോലെ ചെറുതിൽ നിന്നുമാണ് ഇൽമ് ആരംഭിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ കിതാബ് തന്നെ തുടങ്ങുന്നത്. ഇതിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട 4 ഖായിദകളാണ് ആമത്തുൽ മുസ്ലിമീൻ, സാധാരണ ജനങ്ങൾ, ആണും പെണ്ണും ചെറിയവരും വലിയവരും ഒക്കെയായി മുഅ്മിനീങ്ങൾ, സാധാരണ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 ഖായിദകളാണ് അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് നാം ഈ കിതാബ് തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഈ കിതാബിന്റെ രചയിതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ, ആലിമീങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമാണ്, മുജദ്ദിദാണ്. ദീനിനു വേണ്ടിയുള്ള അഗാധമായ പരിശ്രമവും അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിൽ അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളും ഇതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ വളരെ മഷ്ഹൂറാണ്. പണ്ഡിതന്മാർക്കിടയിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ നിസ്കാരത്തെ സംബന്ധിച്ചും നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരം കൊണ്ട്, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന മറ്റുള്ള ഇബാദാത്തുകൾ നാം പഠിച്ചു മനസ്സിലാക്കി. അതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് തൗഹീദ്. നമ്മുടെ അഖീദ ശരിയല്ലെങ്കിൽ, നമ്മുടെ തൗഹീദ് പൂർണ്ണമല്ലെങ്കിൽ, നാം ചെയ്യുന്ന ഈ ഇബാദത്തുകൾ ഒന്നും നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടാത്ത രൂപത്തിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് തൗഹീദാണ്, ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിന്റെ 65-ാമത്തെ ആയത്തിൽ പറയുന്ന വാക്ക്, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക. പ്രവാചകരെ, താങ്കൾക്കും
താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും നാം വഹീ നൽകി. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. ലഇൻ അശ്റക്ത, പ്രവാചകരെ താങ്കളിലാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിലും ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമലുകളും ബാത്തിലാവും. നമ്മൾ കുറെ അമലുകൾ ചെയ്തു, ഇബാദാത്തുകൾ ചെയ്തു, പഠിച്ച് മനസ്സിലാക്കി, പക്ഷെ നമ്മുടെ അഖീദ ക്ലിയർ അല്ലെങ്കിൽ, അഖീദ സഹീഹ് അല്ലെങ്കിൽ, നമ്മുടെ തൗഹീദ് പൂർണ്ണമായിട്ടില്ലെങ്കിൽ ആ അമലുകളൊന്നും നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടൂല. അതുകൊണ്ട് ആദ്യമായി നാം ശരിയാക്കേണ്ടത്, പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത് തൗഹീദാണ്. ആ ഒരു പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഖായിദകൾ പറയുന്ന, നിയമങ്ങൾ പറയുന്ന ഈ കിതാബ് തിരഞ്ഞെടുത്തത്. മൂന്നാമത്തെ കാര്യം, ഈ കിതാബിൽ പ്രതിപാദിക്കുന്ന വിഷയമാണ് തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാർക്കും ആദ്യമായിട്ട് ആ സമൂഹത്തിനെ ഉത്ബോധിപ്പിക്കാൻ, ആ സമൂഹത്തിനെ ക്ഷണിക്കാൻ അള്ളാഹു നിശ്ചയിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്, തൗഹീദാണ്. സൂറത്തുൽ അംബിയാഇന്റെ 25-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് നാം ഒരു പ്രവാചകന്മാരെയും നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവരിലേക്ക് നാം വഹി നൽകിയിട്ടല്ലാതെ. എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ഒരു ഇലാഹില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ് ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു ആദ്യമായിട്ട് നൽകിയ നിർദ്ദേശം. അതിലേക്ക് ദഅവത്ത് ചെയ്യാനാണ്, അതിലേക്ക് ക്ഷണിക്കാനാണ്. ഖുർആനിൽ ഓരോ പ്രവാചകന്മാരെ സംബന്ധിച്ചും അള്ളാഹു സൂറത്തുൽ ഹൂദിൽ അള്ളാഹു ഓരോ പ്രവാചകന്മാരെ സംബന്ധിച്ചും അവരുടെ ദഅവത്തിന്റെ രീതിയെ സംബന്ധിച്ചും സംസാരിക്കുന്നുണ്ട്. അതിലൊക്കെ പറയുന്നത് ഓരോ പ്രവാചകനും അവരുടെ സമൂഹത്തിലേക്ക് വന്നിട്ട്, സമുദായത്തിലേക്ക് വന്നിട്ട് അവർ ആദ്യമായി ക്ഷണിച്ചത് തൗഹീദിലേക്കാണ്. അതുകൊണ്ട് തൗഹീദ് ആർക്കാണോ കരസ്ഥമാക്കിയത് അവൻ വിജയിച്ചു, ആഖിറത്തിലും ദുനിയാവിലും. അതിൽ നിന്ന് ആരാണോ തെറ്റിപ്പോയത് അവൻ കാലാകാല നാശത്തിലാണ്. ഒരാൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ആ തൗഹീദാണ്. ആ തൗഹീദിലൂടെയാണ് അവന്റെ ജീവിതം അവസാനിക്കേണ്ടത്. ദീനിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണത്. ഓരോ പ്രവാചകനും ആദ്യമായി ക്ഷണിക്കുന്നതും ആ ഒരു കാര്യത്തിലേക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് സ്വീകരിക്കുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. ആദ്യമായുള്ള പ്രബോധനം, ദഅവത്ത്, അത് ഷഹാദത്തിലേക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്, തൗഹീദിലേക്കാണ്. മഹാനായ സഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, സഹാബിയെയും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സഹാബാക്കളെയും അല്ലാഹുവിന്റെ റസൂല് യമനിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നൽകിയ ഉപദേശത്തിൽ ഒന്ന്, ഇന്നക സതഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദ്, നീ പോകുന്നത് അഹ്ലി കിതാബിലേക്കാണ്, അഥവാ മുൻകാല വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവരിലേക്കാണ്, യഹൂദികളിലേക്കും നസ്രാണികളിലേക്കുമാണ് നീ പോകുന്നത് ദഅവത്തിനായിട്ട്. അവരിലേക്ക് നീ ചെന്നാൽ നീ ആദ്യമായിട്ട് ഫദ്ഉഹും ഇലാ അൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരെ നീ ആദ്യമായി ക്ഷണിക്കേണ്ടത് ഷഹാദത്തിലേക്കാണ്, തൗഹീദിലേക്കാണ്. അത് അംഗീകരിച്ചാലാണ് അടുത്തത്, അതാണ് തൗഹീദാണ് ദീനിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കിതാബ് തിരഞ്ഞെടുത്തത്. ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മുസ്ലിം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മുസ്ലിം, ഒരടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട അവസ്ഥയിലാണ് മരണപ്പെടുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഒരു മുഅ്മിനിന്റെ മരണം, അവന്റെ ജീവിതം അവസാനിക്കേണ്ടതും അവന്റെ ജീവിതം തുടങ്ങേണ്ടതും തൗഹീദിലാണ്. ആ ഒരു ഗൗരവം കൊണ്ട് തന്നെയാണ്, ആ ഒരു പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ദർസിൽ ഈ കിതാബ് തെരഞ്ഞെടുത്തത്. തൗഹീദിനെ സംബന്ധിച്ച് പറയുന്ന കിതാബ്. അതുപോലെ തന്നെ ഈ കിതാബ് നമ്മൾ ഈ ദർസിന് വേണ്ടി തെരഞ്ഞെടുക്കാനുള്ള നാലാമത്തെ കാരണം, ഇത് രചിച്ച ആലിം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, പണ്ഡിതന്മാർക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായ സ്ഥാനമാണ്. ഹിജ്റ 1115 അദ്ദേഹം ജനിക്കുന്നത്. 1206 അദ്ദേഹം വഫാത്തായി. മുജദ്ദിദായിരുന്നു. ചെറിയ പ്രായത്തില് 10 വയസ്സിന് മുമ്പേ ഖുർആൻ ഹിഫ്ളാക്കി. അതുപോലെ തന്നെ ദീൻ പഠിക്കാൻ വേണ്ടി ത്വലബുൽ ഇൽമിന് വേണ്ടിയിട്ട് മക്കയിലേക്കും മദീനയിലേക്കും ബസറയിലേക്കും ഒക്കെ നിരന്തരമായിട്ട് അദ്ദേഹം യാത്ര ചെയ്തു. അദ്ദേഹം പഠനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ദഅവത്ത് ആരംഭിച്ചു. ഉയൈന എന്ന അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലാണ് അദ്ദേഹം ദഅവത്ത് ആദ്യമായിട്ട് ആരംഭിച്ചത്. പിന്നെ അതിന്റെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം ദഅവത്ത് ആരംഭിച്ചു. അവസാനം ദർഇയ എന്ന സ്ഥലത്ത്, അവിടെ നിന്നാണ് മുഹമ്മദ് ബിൻ സഊദ് അമീർ അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതും അവരുമായിട്ട് സഹകരിച്ച് ദഅവത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വലിയ വിമർശനങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അദ്ദേഹം സഹിക്കേണ്ടി വന്നു. അതൊക്കെ അദ്ദേഹം സഹിച്ചു, ത്യജിച്ചു, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുത്തു. അപ്പൊ അദ്ദേഹം ആ ഒരു ബിദ്അത്തുകളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തൗഹീദിന്റെ വിഷയത്തിലുള്ള ജഹാലത്തും അറിവില്ലായ്മയും ആ സമൂഹത്തെ എത്രമാത്രം വലിയ തെറ്റിലേക്കാണോ അത് നയിച്ചത്, അതിൽ നിന്നും തൗഹീദും ശിർക്കിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ആ ജനങ്ങളെ പഠിപ്പിക്കുകയും ബോധിപ്പിക്കുകയും ചെയ്ത് ഇസ്ലാമിന്റെ യഥാർത്ഥ രാജവാദിയിലേക്ക് അദ്ദേഹം അവരെ കൊണ്ടുവന്നു. ഈ 4 കാരണങ്ങളാണ് ഈ ഒരു ചെറിയ ഗ്രന്ഥം നമ്മുടെ ഈ ദർസിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ നാം തീരുമാനിച്ചത്. അദ്ദേഹം ഈ കിതാബ് ആരംഭിക്കുന്നത് ഖാല റഹിമഹുല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി കൊണ്ടാണ് ആരംഭിക്കുന്നത്. അള്ളാഹുവിന്റെ കിതാബ് ഖുർആൻ ബിസ്മി കൊണ്ടാണ്. ഓരോ സൂറത്തും തൗബ ഒഴികെ ബാക്കി എല്ലാ സൂറത്തും ബിസ്മി കൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ രാജാക്കന്മാരിലേക്കും കത്തുകൾ എഴുതി, പ്രബോധനത്തിന്റെ കത്തുകൾ എഴുതിയപ്പോഴും അതൊക്കെ ആരംഭിച്ചത് ബിസ്മി കൊണ്ടാണ്. റോം ചക്രവർത്തി ഹിർക്കലിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ ഒരു കത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കത്ത് ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് അബ്ദില്ലാഹ് വറസൂലിഹി, മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി. അങ്ങനെ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബ് ആരംഭിക്കുന്നത്. അപ്പം ആ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ ബിസ്മി കൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ആരംഭിക്കുന്നത്. ബിസ്മി കൊണ്ട് ആരംഭിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ദുആ ആണ് അസ്അലുല്ലാഹൽ കരീം റബ്ബൽ അർശിൽ അദീം. അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ ദുആ ചെയ്തിട്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അൽ കരീം അള്ളാഹുവിന്റെ ഇസ്മാണ്. അതിന്റെ അർത്ഥം അൽ കസീറുൽ ഖൈർ വൽ അദീമുൻ നഫ്അ. കരീം എന്ന് പറഞ്ഞാൽ ധാരാളം ഖൈറുകൾ ഉള്ള, അതിൽ തന്നെ ധാരാളം ഉപകാരമുള്ള പേരാണ് അൽ കരീം. കാഫിര്യങ്ങളും മുഅ്മിനീങ്ങളും ഒരേപോലെ അള്ളാഹുവിന്റെ ആ കറമിൽ നിന്നും ഉപകാരമെടുക്കുന്നു ദുനിയാവിൽ.
അതുപോലെ തന്നെ റബ്ബൽ അർശിൽ അദീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥനായ അർശിന്റെ റബ്ബായ അള്ളാഹ്, അള്ളാഹുവിനോട് ഞാൻ ചോദിക്കും. അവിടെ അദ്ദേഹം റുബൂബിയത്താണ് സൂചിപ്പിക്കുന്നത്. അഥവാ അള്ളാഹുവിന്റെ അധികാരവും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പും അള്ളാഹുവിന്റെ ഈ ദുനിയാവിലുള്ള കൈകാര്യകർത്തൃത്വം. അദ്ദേഹം അവിടെ അള്ളാഹുവിന്റെ അർശിലേക്കാണ് അള്ളാഹിനെ ചേർക്കുന്നത്, അർശിന്റെ ഉടമസ്ഥനായ റബ്ബ്. അത് പറയാനുള്ള കാരണം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ് എന്നുള്ളത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രീതിയിലാണ് അർശിനെ വിശേഷിപ്പിക്കുന്നത്. ഒന്ന്, റബ്ബുൽ അർശിൽ അദീം, ആ വലിയ അർശിന്റെ റബ്ബ്. പിന്നെ റബ്ബുൽ അർശിൽ കരീം, അങ്ങനെ അതിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ദുൽ അർശിൽ മജീദ്. ഈ 3 രീതിയിലും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ അർശിന്റെ സിഫത്തായിട്ട് അദീം എന്ന സിഫത്താണ് എടുത്തത്, അദീം എന്ന വിശേഷണം. ആ വലിയ മഹത്തായ അർശിന്റെ റബ്ബായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കും. അള്ളാഹുവിനെ തനാ ചെയ്തു, അള്ളാഹുവിനെ പുകഴ്ത്തി ദുആന്റെ മുമ്പ്. ഇതിന്റെ ദുആയിലേക്ക് കിടക്കാം. അൻ യതവല്ലാക ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നിന്നെ ഏറ്റെടുക്കട്ടെ. അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതാണ് ദുആ. അള്ളാഹു വലിയാവുക, അള്ളാഹു ഏറ്റെടുക്കുക, വലിയ കാര്യമാണ്. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്താൽ അതാ മനുഷ്യന് നൽകുന്ന സംരക്ഷണം ദുനിയാവിലും ആഖിറത്തിലും. അള്ളാഹു ഏറ്റെടുക്കാൻ അദ്ദേഹം ദുആ ചെയ്യണം അള്ളാഹുവിനോട്. അതുപോലെ തന്നെ വഅൻ യജഅലക മുബാറകൻ ഐനമാ കുൻത, നീ എവിടെയാണെങ്കിലും ബർക്കത്ത് നൽകപ്പെട്ട ആളാക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ദുആ ആണത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം സൂറ മറിയം 31-ാമത്തെ ആയത്ത്, അതില് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദുആ അള്ളാഹു പറയുന്നുണ്ട്, വജഅലനി മുബാറകൻ ഐനമാ കുൻത, അള്ളാഹു എന്നെ ആക്കി ഞാൻ എവിടെയാണെങ്കിലും ബർക്കത്തുള്ളവനാണ്. അഥവാ എവിടെയാണെങ്കിലും ഖൈറിലേക്ക് ക്ഷണിക്കുന്നവനാണ്. അത് ഒരു ബർക്കത്താണ്, നമുക്ക് കിട്ടുന്ന ബർക്കത്താണ്. അതുപോലെ തന്നെ ഖൈർ ഓർമ്മിപ്പിക്കുന്നവൻ, അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നവൻ, അള്ളാഹുവിന്റെ ത്വാഅത്ത് ഇബാദാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ്, അവിടെ കൂടെയുള്ളവർക്ക് അള്ളാഹിനെ പറ്റി പറയാനും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനൊക്കെ അതിനൊക്കെ സാധിക്കുന്ന ഒരു തൗഫീഖ്, അതാണ് ബർക്കത്ത്. അതാണ് ചോദിക്കാൻ ബർക്കത്തിന് വേണ്ടി. അതുപോലെ തന്നെ അടുത്ത ദുആ വഅൻ യജഅലക മിമ്മൻ ഇദാ ഉഅതിയ ശകറ. ഇതിന് 3 കാര്യങ്ങൾ അള്ളാഹുവോട് ചോദിക്കാം. ഒന്ന്, അള്ളാഹുവെ നൽകപ്പെട്ടതിൽ ശുക്ർ ചെയ്യുന്ന ആൾക്കാരിൽ നീ എന്നെ പെടുത്തണം, നിങ്ങളെയും അള്ളാഹു പെടുത്തട്ടെ. അള്ളാഹുവിനുള്ള ചോദ്യം. നൽകപ്പെട്ടതിൽ ശുക്ർ ചെയ്യുക. അള്ളാഹു ഖുർആൻ പറഞ്ഞ വാക്കാണ്, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്യുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പൊ ശുക്റുള്ള അടിമയാവുക, നന്ദിയുള്ള അടിമയാവുക, അത് വലിയ കാര്യമാണ്. അപ്പൊ അള്ളാഹു നൽകിയതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന, നന്ദി കാണിക്കുന്ന ഏറ്റവും വലിയ ശുക്ർ തൗഹീദാണ്. തൗഹീദ് കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം അവിടെ ചോദിക്കുന്നത്. നൽകപ്പെട്ടതിൽ ശുക്ർ ചെയ്യുന്ന അടിമയാക്കാൻ അള്ളാഹുവിനോട് ചോദിക്കും. രണ്ടാമത്തത് പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കാൻ കഴിവുള്ള അടിമകളാക്കാൻ അള്ളാഹുനോട് ദുആ ചെയ്യുക. പരീക്ഷണം ഉണ്ടാവും. മുഅ്മിനീങ്ങൾക്ക് പല രീതിയിൽ അള്ളാഹു പരീക്ഷിക്കും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ വാക്കാണ്, എല്ലാ രീതിയിലും മുഅ്മിനീങ്ങൾ അള്ളാഹു പരീക്ഷിക്കും. പ്രവാചകന്മാർ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ പരീക്ഷണത്തിന് വിധേയനായ പ്രവാചകനാണ്. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്.
അപ്പം അള്ളാഹുവിന്റെ പരീക്ഷണം വന്നാൽ അതിൽ ക്ഷമിക്കുന്നവരാകാൻ, സബർ കൈകൊള്ളാൻ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള തൗഫീഖാണത്. ആ തൗഫീഖിനോടുള്ള തേട്ടാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം കണ്ടായാൽ അള്ളാഹിന്റെ ഭാഗത്തുനിന്നുള്ള പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി അതിൽ ക്ഷമിക്കുക, ഉറച്ചു നിൽക്കുക. അതിനുള്ള തൗഫീഖാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അടുത്ത് തന്നെ വഇദാ അദ്നബ ഇസ്തഗ്ഫറ, തെറ്റ് ചെയ്താൽ, എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന അടിമയാക്കാൻ അള്ളാഹുവിനോട് തേടുക. 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നൽകപ്പെട്ടതിൽ ശുക്ർ ചെയ്യാൻ, 2 പരീക്ഷിക്കപ്പെട്ടാൽ അതിൽ സബറുള്ളവരാകാൻ, 3-മത്തേത് അബദ്ധങ്ങൾ സംഭവിച്ചാൽ, തെറ്റുകൾ സംഭവിച്ചാൽ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന അടിമകളാകാൻ. ഈ 3 ചോദ്യം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കിതാബ് ആരംഭിക്കുന്നത്. അദ്ദേഹം പറയാണ് ഫഇന്ന ഹഉലാഇ സലാസ ഉൻവാനു സആദ. ഈ 3 കാര്യങ്ങൾ അത് വിജയത്തിന്റെ മാനദണ്ഡമാണ്. ഈ 3 കാര്യങ്ങൾ ആർക്കാണോ അല്ലാഹു നൽകപ്പെട്ടത്, അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് തൗഫീഖ് നൽകപ്പെട്ടത്, അവൻ വിജയിച്ചവനാണ്, ജീവിത വിജയം കരസ്ഥമാക്കിയവൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുആകൾ നമ്മുടെ ജീവിതത്തിൽ നാം അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ അള്ളാഹിന്റെ ദീൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. തന്ന ഇൽമ് അതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് അടുത്ത വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം ഇതേ സ്ഥലത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം തുടരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു കൂടിയിരിക്കൽ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വലിയ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.